പാക് അധിനിവേശ കാശ്മീരായ POK ചരിത്രപരമായ ഒരു വലിയ വിസ്ഫോടനത്തിലേക്ക് കടന്നിരിക്കുന്നു. പാകിസ്ഥാൻ സൈന്യം പുറത്തു പോകണം എന്ന മുദ്രാവാക്യവുമായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പാക് സൈന്യത്തെ അടിച്ചോടിക്കാൻ ഇന്ന് തെരുവിലിറങ്ങിയിരിക്കുന്നത്. അവാമി ആക്ഷൻ കമ്മിറ്റി പാകിസ്ഥാൻ സർക്കാരിന് നൽകിയ അന്ത്യശാസനം അവസാനിക്കുന്ന ജൂൺ 23 എന്ന നിർണായക ദിനമാണ് ഇന്ന്. ചരിത്രം വഴിമാറുന്ന ഈ നിമിഷം പതിറ്റാണ്ടുകളായുള്ള പാകിസ്ഥാന്റെ ക്രൂരമായ അധിനിവേശത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള സാധ്യതകളെ പറ്റിയാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ലോകം ചർച്ച ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. POK ഇന്ത്യയുടെ ഭാഗമാകാനുള്ള സമയം വന്നെത്തിയോ? അന്താരാഷ്ട്ര വേദിയിൽ പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ ഉയർത്തിക്കാട്ടുന്ന കാശ്മീർ സ്നേഹം എന്ന കപടമുഖം പൂർണ്ണമായും തകർന്നടിഞ്ഞിരിക്കുകയാണ്. 14 ദിവസമായി തുടരുന്ന പ്രതിഷേധത്തിൽ റാവലാക്കോട്ടിൽ മാത്രം 70,000-ലധികം ആളുകളാണ് തടിച്ചുകൂടിയിരിക്കുന്നത്. പാക് റേഞ്ചേഴ്സിന്റെ തോക്കുകൾക്ക് മുന്നിൽ യാതൊരു ഭയവുമില്ലാതെ 10ഉം 12ഉം വയസ്സുള്ള പിഞ്ച് കുട്ടികളാണ് ഇപ്പോൾ സമരമുഖത്ത് മുൻനിരയിലുള്ളത്. സ്വന്തം ജനങ്ങളെന്നവർ അവകാശപ്പെടുന്ന ഈ കൊച്ചുകുട്ടികളെ പോലും പട്ടിണിക്കിട്ട് കൊല്ലാനാണ് പാക് സൈന്യം ശ്രമിക്കുന്നത്. ഭക്ഷ്യവസ്തുക്കൾ അടങ്ങിയ ട്രക്കുകൾ അതിർത്തികളിൽ തടഞ്ഞു, ഇന്റർനെറ്റും വൈദ്യുതിയും ഒക്കെ വിച്ഛേദിച്ചും പാകിസ്ഥാൻ നടത്തുന്ന ഈ മനുഷ്യത്വരഹിതമായിട്ടുള്ള ക്രൂരതകൾക്കെതിരെ പോരാടി ഇതുവരെ 58 പേരാണ് സൈന്യത്തിന്റെ വെടിയേറ്റ് മരിച്ചത്. 1971 ബംഗ്ലാദേശിൽ പാക് സൈന്യം കാട്ടിയ അതേ ചരിത്രപരമായ മണ്ടത്തരമാണ് അവർ ഇപ്പോൾ POKയിലും ആവർത്തിക്കുന്നത്. വംശീയമായ അടിച്ചമർത്തലും കടുത്ത സൈനിക മേധാവിത്വവും അന്ന് പാകിസ്ഥാനെ രണ്ടായി വിഭജിച്ചെങ്കിൽ ഇന്ന് അത് പാക് അധിനിവേശ കാശ്മീരിന്റെ മോചനത്തിനാണ് കലാശിക്കാൻ പോകുന്നത്. പാക് ഭരണകൂടം തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ലക്ഷത്തിലധികം ആളുകളെ അണിനിരത്തി ഭരണതലസ്ഥാനമായിട്ടുള്ള മുസഫറാബാദിലേക്ക് ഇന്ന് വമ്പൻ മാർച്ച് നടത്താനാണ് ജനങ്ങളുടെ തീരുമാനം. ഇത് വിജയിച്ചാൽ അവിടെ ഒരു സമാന്തര ജനകീയ സർക്കാർ രൂപീകരിക്കപ്പെടുകയും POKയുടെ മേലുള്ള പാകിസ്ഥാന്റെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തലുകൾ വരുന്നത്. ഈ വൻ ജനകീയ കലാപം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഭൗമരാഷ്ട്രീയ അവസരമാണ് ഒരുക്കുന്നത്. പാക് സൈന്യത്തെ തദ്ദേശവാസികൾ തന്നെ അടിച്ചോടിക്കുന്നതോടെ അവിടെ രൂപപ്പെടുന്ന അധികാര ശൂന്യത POK തിരികെ പിടിച്ച് പൂർണ്ണമായും ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കുക എന്ന അഖണ്ഡ ഭാരതം എന്ന ദേശീയ ലക്ഷ്യത്തിലേക്കുള്ള വാതിലുകൾ തുറക്കുകയാണ്. പാകിസ്ഥാൻ എന്ന സ്വത്വബോധത്തെ കാശ്മീർ ജനത വലിച്ചെറിയുമ്പോൾ അത് പാകിസ്ഥാന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറും. ന്യൂസ് ഡെസ്ക്.